എൻ്റെ മോനെ പെട്രോളൊക്കെ സെറ്റാണ് മുത്തേ. വണ്ടി നമ്മളെന്തൊരു പൊളി വിളിക്കാൻ പോകുന്നു. ഹായ് ഗൈസ്, പവർകാസ്റ്റ് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പതുക്കെ സംസാരിക്കാൻ വിട്ടുള്ളൂ, വീട്ടുകാരെണിക്കും. അപ്പോൾ നമ്മളിന്നത് പുള്ളിൽ നമ്മൾ വല വീശി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 2 ദിവസം മുമ്പ് മനക്കൊടി കാവടിക്ക് പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ വയമ്പുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് വലയും കൊണ്ട് പോയി നോക്കാണ്. ഇപ്പോൾ ഏകദേശം എത്ര മണി ഉണ്ടോ ചേട്ടാ? 10 മണി 10:30 റേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഭാഗത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോയാലും അവിടെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോയോക്കല്ലേ, വാ. അങ്ങനെ വിജയുടെ വണ്ടി എടുത്ത് സെറ്റായിട്ടുണ്ട്. വല്യം കാര്യങ്ങളൊക്കെ സഞ്ചരി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ലൊക്കേഷൻ വീട്ടിൽ നോക്കിയോ. ഒരെണ്ണം അല്ലാണോ ഇവിടെ കണ്ടില്ലേ, മീൻ കണ്ടില്ലേ? ഇവിടെ നന്നായിട്ട് ഈ ഭാഗത്ത് വയമ്പ് കണ്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പോൾ അതേ നമ്മളിത് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിടിക്കാൻ വെച്ചിട്ടാണ്. മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തട്ടുകട എന്തെങ്കിലും കഴിച്ചിട്ട് പിടിക്കാനുള്ള പ്ലാനിലുണ്ട് എടുക്കണം കേട്ടോ ചേട്ടൻ. അപ്പോൾ അതേ നമ്മളിത് തട്ടുകടയിൽ നമ്മൾ കൊള്ളിയും അതേപോലെ തന്നെ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കടയാണ്. അപ്പോൾ അച്ഛൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫൈനലി നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് സബോള പേരുള്ളൊക്കെ അതിന് മുകളിൽ കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് പറഞ്ഞോളൂ, വേറെ ഒന്നുമല്ല, വിജിയുടെ ഭക്ഷണം തരണം വന്നത്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത്. സ്പൂൺ വെച്ചോ. പക്ഷെ എനിക്ക് പറഞ്ഞൊരു വിജേട്ടൻ കഴിക്കാവുന്നുണ്ട് കേട്ടോ. വേണ്ട കൊള്ളാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിൽ ഇത്ര ആംബിയൻസ് ഉള്ള വേറൊരു തട്ടുകട ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് പാടത്തിൻ്റെ വ്യൂവിൽ നമുക്ക് അടിപൊളിക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് എടുക്കുക കഴിഞ്ഞിട്ട് നമ്മളിത് വല വീശാനുള്ള സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എന്താ അവസ്ഥ? ഒരു മിനിറ്റ് ചേട്ടാ, എന്താ അവസ്ഥ? മീനാ നമ്മള് ഒറ്റ വലിക്ക് ഒരു ബക്കറ്റ് മീൻ കിട്ടുന്നുണ്ട്, അത്ര അധികമുണ്ട്. കാണുന്നത് മൊത്തം വയമ്പാണ് കേട്ടോ. ബാക്കി വിഭിച്ചന്റെ കഴിവുണ്ട് ചേട്ടാ. അല്ല വിരിക്കും, നമ്മള് ഇറങ്ങിയിട്ടായാലും വിരിക്കും. ഇത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച വലിയാണ് കേട്ടോ. 1500 രൂപയ്ക്ക് അല്ലേ ചേട്ടാ? ഇപ്പൊ എത്ര രൂപ മീൻ പിടിച്ചിട്ടുണ്ടാവും ഇതില്? 1500 മീൻ പിടിച്ച് വിറ്റ് കഴിഞ്ഞു, നമ്മള് മുതലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വല സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഈ ചേട്ടൻ. തട്ടുകടകരൊക്കെ പോയി. ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കട മാത്രമേ ഉള്ളൂ. ഇന്നൊരു നമ്മൾ തകർക്കും അല്ലേ ചേട്ടാ? പക്ഷെ എനിക്ക് തോന്നേ ഈ ലൈറ്റുമ്പത്തി നീടാ, ഈ ലൈറ്റുമ്പലത്തെ പ്രാണികൾ തിന്നാൻ വേണ്ടി നിൽക്കണതാണോ സംശയം. അല്ലെങ്കിൽ വലിയ വെളിച്ചം കണ്ടിട്ട് ആയിരിക്കില്ലേ പറഞ്ഞ പോലെ. അതേ നമ്മുടെ കഷ്ടത്തെ വീശല്. ചേട്ടൻ വീശിക്കോ, നമുക്ക് വിഷയമല്ല. അവിടെ വീശു കേട്ടോ, അപ്പുറത്തേക്ക്. അതന്നെ ഈശോ പൂശി കമ്മാൻ. അങ്ങനെ ദൗത്യം വളരെ മോശമല്ലാത്ത രീതിയിൽ വിജയിച്ചിരിക്കുന്നു.
പിടിക്കേ സാധനം പോന്നിക്ക് നമ്മൾ കേട്ടോണ്ടിരിക്കണോ ഇവിടെ അതേ വരുന്ന നോക്കുന്നാൻ അടിയിലേ മോശം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബക്കറ്റ് ഒന്ന് പതുക്കെ വെച്ചെടുക്കാം. ചാക്കുണ്ടോ? ഓക്കെ ചാക്കിലിട്ടിട്ട് അത് ഞാൻ പറഞ്ഞേ ഫസ്റ്റ് നമുക്ക് ബക്കറ്റിലേക്ക് ഇട്ട് കുടയാ. അതിന് ശേഷം ബക്കറ്റിൽ നിന്നെടുത്ത് കുട അതിലേക്ക് തട്ടിയാ പോരെ. അതായിരിക്കില്ല പെട്ടെന്ന് നേരെ ബക്കറ്റിലേക്ക് ഇട്ട് നല്ല പടക്കുന്ന ചാള കിട്ടില്ലേ. ചാള വേണ്ടോ നമ്മൾ നമ്മള് ഈ കറി വെച്ചിട്ട് നമ്മള് വറക്കണതിനൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ ആയിരുന്നു. നല്ല അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിയൊരു സൂപ്പർ വീഡിയോ തന്നെയായിരുന്നു. നമ്മൾ എറിഞ്ഞപ്പോഴേ നമ്മൾ ഈ പാലത്തിൻ്റെ സൈഡിൽ ചെറിയ തട്ടി. അപ്പോൾ അതുകൊണ്ട് ശരിക്കും വിരിഞ്ഞില്ല. അതിന് കുറവ് മീൻ കിട്ടിയിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പെട്ടയ്ക്ക്. അത്യാവശ്യം വലിയ വരുമ്പോട്ടെ. എന്നാലും അടുത്തുകൊണ്ടേ കാണിച്ചു കൊടുക്കാം. കണ്ടില്ലേ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? പറയണ ഇപ്പൊ പറയണോ? അടുത്ത് പല വിഷം വിഷമോട് തീർക്കാൻ പോകുന്നു. ആയിവാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് കറക്റ്റാണ്ട് വിരിഞ്ഞു. നമുക്ക് കാത്തിരിക്കാം. കലികാലങ്ങൾ നിലയ്ക്കുന്ന നിമിഷം. ഈ ചേട്ടാ പുള്ളിയിലെ പാലത്തുമ്മ എൻ്റെ മോനെ ഇത് മുതലേട്ടോ ചേട്ടാ. ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാ ഒന്ന് ചോദിച്ചേ കേട്ടാ തൂത്ത് വരി വരുന്നേട്ടാ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. എൻ്റെ മോനെ മുതലായി മുതലായി. എന്തല്ലേ സെറ്റ് വേണ്ട. മീനെ മണപ്പിച്ചൊരു കഴിവ് ഇതെന്ത് കേട്ടത് ഡാഷ്മിൻ്റെ ഏതാ തോന്നുന്നുണ്ട്. ഏതാ ആ അവിടെ അല്ലേ മറ്റേ മഴ വീണ പോലെ അവിടെ. ആഘോഷി അതിന് ഇതില്ലല്ലോ. ആ സൈഡിലല്ലേ ട്യൂഷൻ ചേട്ടോ കേറുന്ന കുഴപ്പമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ എന്നുള്ള എന്തരാ ആ ചാവിടോ നേരെ കൊണ്ടേ ഫ്രിഡ്ജിൽ വെക്ക. ഈ ചേട്ടാ മറ്റേ ചൈനക്കാര് വീശണ പോലെ വീശാൻ പഠിക്കണുണ്ടോ? ഈ ചേട്ടാ കാര്യമായിട്ട് പറയാ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വീശില്ലേ? അതൊന്നും പണ്ട് കാര്യമില്ല. അതൊക്കെ പഠിക്കാനാണോ? വയസ്സ് എത്രയെന്ന് വിചാരിച്ചു ഇതൊക്കെ പഠിക്കാണ്ട്. പിന്നെ ഞാൻ വീശിൽ പഠിക്കുന്ന മറ്റേതിന് അത്രയ്ക്ക് ഇല്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിട്ടോ. മനസ്സിലെ കൂട്ടാണ്ട് നീങ്ങി പോയത് വർഷല്ലേ ചേട്ടാ. ഇതൊന്നല്ല കൂട്ടാം.
അതാ ഒരാളൊക്കെ എന്റെ മാരി കളിക്കാൻ ചേട്ടാ ഇനി എന്താ ചെയ്യാ? എന്തുണ്ടേ നേരത്തെ എന്തുണ്ടേ? എവിടെ ഈ കോൺക്രീറ്റ് മീനൊക്കെ പോയി മേലേക്ക് കയറി പോയി. അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് മീനെ കിട്ടില്ല. കുറച്ച് മീൻ കിട്ടി. ഓക്കെ. മീൻ എന്ന് വെച്ചിട്ടുണ്ടല്ലേ നമുക്കിത് ഇവിടെ നിന്ന് മീൻ ഇപ്പൊ നിക്കുന്നത് ഈ ഏരിയയിലാണ്. മനസ്സിലായോ? ഇത് ഇത്ര ഏരിയയിലേക്കൊക്കെ മീൻ കയറി നിൽക്കണം. അപ്പൊ ഇവിടെ വീശിയിട്ട് മീനുകൾ പേടിച്ച് നിൽക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം നമ്മളൊരു 1.25 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലേ ചേട്ടാ? അത്രത്തോളം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മീനുകൾ ഇറങ്ങി വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും ലാസ്റ്റ് ട്രൈ നമ്മൾ ഇവിടുന്ന് പൂശി വെക്കാൻ വെച്ചിട്ടാണ്. മീനുകൾ അങ്ങനെ അധികം കാണാനൊന്നുമില്ല. എന്നാലും ഒരു സമാധാനത്തിനോട് വീശി നോക്കാണ്. ആ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. കയറ് കെട്ടുവാണ്. അങ്ങനെ നമ്മുടെ വലതെ പൊക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിട്ട് നോക്കി നോക്കാം അതിൽ വല്ലതുണ്ടോ. ആ ഉണ്ട് കേട്ടോ, കുറച്ചുണ്ടല്ലോ ചേട്ടാ. കട്ടയ്ക്ക എവിടെയാ? വൈമ്പനുള്ള അങ്ങനെ വല കുടയാൻ പോകുന്നു. അന്ന് വന്നിട്ട് ഒരു വീശലിന് കുറെ മീനെ പിടിച്ചിരുന്ന. പക്ഷെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. അതായത് അന്ന് വന്നിട്ടെന്ന് പറഞ്ഞാല് കണ്ടില്ലേ ബക്കറ്റിന്റെ കാഭാഗം ഏകദേശം കിട്ടിയിട്ടുണ്ട്. നല്ല കിടില വൈമ്പോലുണ്ടോ കണ്ടില്ലേ? ആ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വന്നിട്ടെന്ന് പറഞ്ഞാല് അന്ന് വലിയ വലയും കൊണ്ടാണ് വേറെ ആള് വന്നത്. ആൾക്ക് വന്നിട്ട് ഒരു വീശലിന് ഏകദേശം നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് മീൻകാരൻ്റെ ബോക്സ് ഏകദേശം ഭാഗത്തോളം ഒരൊറ്റ വീശലിന് ആൾക്ക് കിട്ടി. നമ്മളത് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് തുള്ളിച്ചാടി പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് കുറച്ച് മോശമായിരുന്നു. പക്ഷെ ചേട്ടാ നമ്മൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.